അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രധാന വാർത്തയുണ്ട്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ചില ഇമിഗ്രേഷൻ സേവനങ്ങൾക്കുള്ള പ്രീമിയം പ്രോസസ്സിംഗ് ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന H-1B വിസ ഫീസും ഉൾപ്പെടുന്നുണ്ട്. ഈ പുതിയ നിരക്കുകൾ 2026 മാർച്ച് 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രീമിയം പ്രോസസ്സിംഗ് എന്നത് USCIS നൽകുന്ന ഒരു ഓപ്ഷണൽ സേവനമാണ്. ഇതുവഴി നിശ്ചിത സമയപരിധിക്കുള്ളിൽ സാധാരണയായി 15 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിസ അപേക്ഷകളിൽ ഒരു തീരുമാനം ലഭിക്കുമെന്ന് ഉറപ്പു നൽകുന്നുണ്ട്. ഈ സേവനം ലഭിക്കാൻ അപേക്ഷകർ ഫോം I-907 റിക്വസ്റ്റ് ഫോർ പ്രീമിയം പ്രോസസ്സിംഗ് സർവീസ് സമർപ്പിക്കുകയോ അതിനോടൊപ്പം അധിക ഫീസ് നൽകുകയും വേണം. USCIS നിശ്ചിത സമയത്തിനുള്ളിൽ തീരുമാനം നൽകിയില്ലെങ്കിൽ നൽകിയ പ്രീമിയം പ്രോസസ്സിംഗ് ഫീസ് തിരികെ നൽകും. എങ്കിലും നിങ്ങളുടെ കേസിൽ വേഗത്തിലുള്ള നടപടികൾ തുടർന്നും ഉണ്ടാകും. നിലവിൽ $2,805 ഈ ഫീസ് ഇനി $2,965 ഉയരും. അമേരിക്കൻ കമ്പനികൾ വിദേശ വിദഗ്ധരെ നിയമിക്കാൻ ഉപയോഗിക്കുന്ന H-1B വിസ ഉൾപ്പെടെയുള്ള പല തൊഴിൽ വിസകൾക്കും ഈ വർധനവ് ബാധകമാകും. 2023 ജൂണിനും 2025 ജൂണിനും ഇടയിലുണ്ടായ പണപ്പെരുപ്പമാണ് ഈ ഫീസ് വർധനവിന് കാരണമെന്നാണ് USCIS അറിയിച്ചിരിക്കുന്നത്. ഓരോ 2 വർഷം കൂടുമ്പോഴും പണപ്പെരുപ്പത്തിനനുസരിച്ച് ഫീസ് മാറ്റാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് അധികാരം നൽകുന്ന USCIS സ്റ്റെബിലൈസേഷൻ ആക്ട് അനുസരിച്ചാണ് ഈ നടപടി. ഈ ഫീസ് വർധനവ് വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്ന അമേരിക്കൻ കമ്പനികളെയും ജോലി മാറാനോ വർക്ക് പെർമിറ്റ് പുതുക്കാനോ വേഗത്തിലുള്ള പ്രോസസ്സിംഗ് ഫീസ് നൽകുന്ന വിസ ഉടമകളെയും നേരിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം H-1B വിസ ഉൾപ്പെടെയുള്ള തൊഴിൽ വിസകളിൽ വലിയൊരു പങ്കും ഇന്ത്യക്കാരാണ് ഉള്ളത്. ഈ അധിക വരുമാനം USCIS അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കും. അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാനും കെട്ടിക്കിടക്കുന്ന അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കാനും വിസ അനുവദിക്കുന്നതിനും പൗരത്വം നൽകുന്നതിനും വേണ്ടിയുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. പ്രീമിയം പ്രോസസ്സിംഗ് ഫീസിന്റെ യഥാർത്ഥ മൂല്യം നിലനിർത്താനും വർദ്ധിച്ചു വരുന്ന ആവശ്യകത നിറവേറ്റാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2026 മാർച്ച് 1 അതിനുശേഷമോ അയക്കുന്ന അപേക്ഷകൾക്ക് പുതിയ ഫീസ് നൽകണം. ഇതിനായി ഫോം I-907 സമർപ്പിക്കണം. ഈ തീയതിക്ക് ശേഷം പഴയ ഫീസ് നൽകി അയക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല. അമേരിക്കയിലെ വിസ നിയമങ്ങളിൽ അടുത്തിടെയായി കൂടുതൽ കർശനമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ഫീസ് വർധനവ് വരുന്നത്. അടുത്തിടെ US എംബസി ഇൻ ഇന്ത്യ വിസ അപേക്ഷകരോട്, പ്രത്യേകിച്ച് H-1B, H-4 വിസകൾ തേടുന്നവരോട് അമേരിക്കൻ കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചാൽ കടുത്ത ക്രിമിനൽ ശിക്ഷ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങൾ US നിയമം ലംഘിച്ചാൽ നിങ്ങൾക്ക് കഠിനമായ ക്രിമിനൽ ശിക്ഷ ലഭിക്കും. അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാനും നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളും പൗരന്മാരെയും സംരക്ഷിക്കാനും ട്രംപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് എംബസി അവരുടെ ഔദ്യോഗിക X അക്കൗണ്ടിൽ പറഞ്ഞിരിക്കുന്നത്. 2026 തുടക്കത്തിൽ പ്രീമിയം പ്രോസസ്സിംഗ് ആവശ്യമായി വരാൻ സാധ്യതയുള്ള തൊഴിൽദാതാക്കളും അപേക്ഷകരും ഉയർന്ന ഫീസ് ഒഴിവാക്കാൻ മാർച്ച് 1 മുമ്പ് അപേക്ഷ സമർപ്പിക്കുന്നത് പരിഗണിക്കാവുന്നതാണ്. എന്നാൽ പൂർത്തീകരിക്കാത്ത അപേക്ഷകൾ തിരക്കിട്ട് സമർപ്പിക്കുന്നത് തെറ്റുകൾക്കും രേഖകളുടെ അഭാവത്തിനും കാരണമാകുമെന്നും ഇത് കാലതാമസത്തിനും നിരസിക്കലിനും ഇടയാക്കുമെന്നും ഇമിഗ്രേഷൻ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജോലി ആരംഭിക്കുന്ന തീയതികൾ, വർക്ക് ഓതറൈസേഷൻ സമയപരിധികൾ, യാത്രാ പദ്ധതികൾ എന്നിവയെല്ലാം ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്യുന്നത് അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും ബിസിനസ് ആവശ്യങ്ങൾ നിറവേറ്റാനും സഹായിക്കും.